കേരളത്തിൽ നിരവധി ആളുകൾ BJP സംസ്ഥാന അധ്യക്ഷനടക്കം ഇന്നിറങ്ങി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. 6 ലക്ഷം കോടിയാണത്രേ കേരളത്തിന്റെ കടം. എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. നിലവിൽ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് പോലും 4,31,000 രൂപയാണ് കടം. അപ്പോൾ ഒരു വലിയ ചോദ്യം ഉണ്ടാവും, 4,31,000 രൂപ കടമോ? 4,31,000 കോടി രൂപയാണ് കടം. 4,31,000 കോടി രൂപയാണ് കടമെന്ന് പറഞ്ഞ വലിയൊരു കണക്കല്ലേ എന്ന് പറയും. ഞാനൊരു കണക്ക് പ്രേക്ഷകരോട് പറയാം. VS അച്യുതാനന്ദന്റെ കാലം 2011 VS അച്യുതാനന്ദൻ അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് കേരളത്തിന്റെ കടം എത്രയാണെന്ന് അറിയാമോ? കേരളത്തിന്റെ കടം 78,673 കോടി. 5 വർഷം കഴിയുമ്പോൾ കൃത്യം ഇരട്ടിയാവുന്നൊരു പ്രതിഭാസം കേരളത്തിലുണ്ട്. അന്ന് 2011 78,000 കോടിയായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അവശേഷിപ്പിച്ചു പോകുമ്പോൾ 5 വർഷം കൊണ്ട് അത് 1,57,370 കോടിയായിട്ട് കൂടി. നേരെ ഇരട്ടിയായി സുജയ. ഇനി ആ കണക്ക് പ്രകാരമാണെങ്കിൽ 2021 സ്വാഭാവികമായിട്ടും ഇരട്ടിയാവണമല്ലോ. ഇരട്ടിയായി. പിണറായി വിജയൻ സർക്കാർ പോകുന്ന സമയത്ത് കോവിഡിന്റെ കാലത്ത് GDP-യുടെ വളർച്ച കുറയുന്ന ഘട്ടത്തിൽ, കേരളത്തിന്റെ വളർച്ചാ നിരക്ക് കുറയുന്ന ഘട്ടത്തിൽ കേരളത്തിന് കടമെടുക്കേണ്ടി വന്നു. അതേ നില തുടർന്നു. 2021 2,96,000 കോടിയായിട്ട് നമ്മുടെ കടത്തിന്റെ പരിധി കൂടി. വീണ്ടും അത് ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ 2026 ഈ പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ എത്ര വരണം? 3 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയായിട്ട് ഉയരണം. ആ കണക്ക് പ്രൊജക്ട് ചെയ്താണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു കിനാവ് കണ്ടത്. എന്നിട്ട് പറഞ്ഞു 6 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ കടം. മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ, ഇപ്പോൾ കേരളത്തിന്റെ കണക്ക് 4,31,000 കോടിയാണ്. എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന കടം എന്ന് പറയുന്നത് 4,65,000 കോടി മാത്രമാണ്. അതായത് കഴിഞ്ഞ 20 വർഷത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി നമുക്ക് കടത്തിന്റെ വളർച്ച നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്ക് പറയുന്നത്. അതെങ്ങനെ സാധിച്ചു എന്നുകൂടി